ആനസേ, ഞങ്ങളിപ്പോ വന്നതേ ഇപ്പാന്റെ കാര്യത്തിലേ വ്യക്തമായ ഒരു തീരുമാനപ്പെടുക്കണം. അതിനാണിപ്പോ ഞാനും പൈസലും കൂടി ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇനിയിപ്പോ അത് പഴയ മാതിരിക്കുള്ള അതിലൊന്നും പറ്റൂല. കാരണം ഇപ്പാനെ നോക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ രണ്ടാളും ഉത്തരവാദിത്തം തന്നെയാണ്. കാരണം പെങ്ങളും അമ്മായും വന്നുകാണ്ടൊക്കെ പോകും. ഓർക്ക് ഇവിടെ സ്ഥിരമായിട്ട് വന്നുകാണ്ട് നിൽക്കാന് ഒരു പരിമിതികളൊക്കെ അല്ലേ. അപ്പൊ ഇന്നാളെന്നെ ആലോചിച്ചൊക്കെ അപ്പ അലക്കിക്കാണ്ട് അവിടെ വീണിക്കാണ്ട് ഇവളെ വിളിച്ചപ്പോ ഇവള് റൂമിൽ കുറ്റിട്ട് അവിടെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. ഇത് ഇനിയിപ്പോ ഇങ്ങനെയൊന്നും മുട്ടാൻ പറ്റൂല. എന്റെ പൈസ അത് മുജീബ്ക്ക ഇപ്പൊ ഞങ്ങളുടെ അടുത്ത് തന്നെയാണല്ലോ ഉള്ളത്. ഇപ്പാന്റെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കണുണ്ട്. ഇപ്പൊക്കെ ഒരു കുറവും ഇവിടെ ഇല്ല. പിന്നെ ബാക്കിയുള്ളവര് പറഞ്ഞതൊക്കെ കേൾക്കുക എന്ന് പറഞ്ഞാല് ഓൾക്ക് ഇപ്പൊ എന്താ പറയാൻ പറ്റാത്തത്? പൊടിപ്പും തുങ്ങലും വെച്ച കഥകളൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ മുജീബ്ക്ക. കാക്ക എനിക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല. മൂത്തമ്മ മരിച്ചതിന് ശേഷം മൂത്താപ്പ എങ്ങനെ എന്നെ നോക്കിയിട്ടുണ്ടെന്ന് അറിയോ? എന്റെ അപ്പിമാടി എന്നെ അങ്ങനെ നോക്കിയിട്ടില്ല. കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിയണ്ട്. അത് കരുതിക്കോ. അതുള്ള പൈസ ഒറ്റ ആന്തരൽ വെച്ച് ഒരെ കൊഞ്ചിച്ച് വാസലാക്കി. ഒന്റെ ഉമ്മ മരിക്കുമ്പോഴേ ഒരു ചെറിയ കുട്ടിയാണ്. അതുപോലും അവനെ അറിയിച്ചില്ല കഷ്ടപ്പാടൊന്നും. ഞാൻ എന്റെ എല്ലാ സ്വത്തും അനിയിൽ കൊടുത്തു. എന്റെ സഫിയാനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്റെ കുട്ടി ഇടയ്ക്ക് വന്നിട്ട് കജുമോനെ നോക്കുന്നുണ്ട്. കാക്ക സ്ഥലങ്ങളെ പേരിൽ എഴുതി തന്നോണ്ടാണ് എന്റെ അപ്പി മൂത്താപ്പമാടി മുണ്ടാതായത്. അത് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് മൂത്താപ്പനെ നോക്കൽ നിങ്ങൾ രണ്ടാളും കടമയാണ്. അതിലൊരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. സ്ഥലം തന്നു നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഈ പെര എങ്ങനെയായിരുന്നു? ചെറിയൊരു പെരയായിരുന്നു. ഇന്റെ ഉപ്പാന്റെ കയ്യിൽ നിന്ന് 20 ലക്ഷം വാങ്ങിയിട്ടാണ് ഇതിന്റെ അടിഭാഗം കെട്ടിയത്. ബാക്കി മോൾക്ക് എടുക്കാൻ ഇക്കാന്റെ കയ്യിൽ നിന്ന് ലോൺ എടുത്തു. പിന്നെ എല്ലാരും ഉണ്ടാവും പറയാനൊക്കെ. ഇനി ഇപ്പാനെ ഇതിലും കൂടുതൽ നോക്കണമെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കൊണ്ടേ നോക്കിക്കോളി. ഇപ്പൊ ഇങ്ങനെയൊക്കെ തന്നെയാണ് നിങ്ങളെ നിലപാടല്ലേ അനസേ? ഇതിപ്പോ എന്റെ അറിവോട് കൂടി കാണൊക്കെ തന്നെയാണ് അവള് പറയണ്ടേ. ആയിക്കോട്ടെ. ഇന്റെ ജോലി കളഞ്ഞിട്ടൊന്നും ഞാൻ ഇപ്പാനെ നോക്കാൻ നിൽക്കൂല. എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. എന്റെ ജോലി ഒഴിവാക്കി കണ്ടിച്ച് ഇപ്പാനെ നോക്കണം ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്താളേ, ഇപ്പാനെ നോക്കാനേ ആരെങ്കിലും ഒരു ജോലിക്കാരൻ കണ്ടെത്തിക്കാളി. അതിലൊന്നാവുക. നിങ്ങളിപ്പോ എന്താ പറയണേ മുജീബ്ക്ക? അല്ലെങ്ങാത്തനുള്ളതുകൊണ്ട് ഞങ്ങൾ ഒപ്പിച്ച് പോവാണ്. ഞാൻ അതിന്റെ ഇടയിൽ കൂടി ഒരു ജോലിക്കാരനും കൂടി വെക്കണം. ഞാൻ അതിന് നമ്മൾ തന്നെ കൊടുക്കേണ്ടി വരില്ലേ? നടന്നാ ചാക്കണ്ട്. എടാ ഈ ജോ പറഞ്ഞു കേട്ടില്ലേ? എന്റെ മകനെന്നെ കൈവിട്ടടാ. ഞാൻ ഇപ്പൊ എന്താ ചെയ്യാ?